നമസ്കാരം. കാശി കഥകൾ തുടരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് ഒരു ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് അസിഘാട്ടിലെത്തി ഗംഗാരത്തി കണ്ടു. വൈകുന്നേരത്തിനേക്കാളും ആക്ച്വലി നന്നായിട്ട് സമാധാനത്തോടെ തിരക്കില്ലാണ്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോഴേക്കും സൺറൈസും ആയി. കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു 110 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു കടയിലേക്കാണ് പോയത്. ചാച്ചിക്ക് ദുക്കാൻ. അവിടെ കച്ചോടി, സബ്സി, ജലേബി ഈ 3 ഐറ്റംസേ കിട്ടുള്ളൂ. പക്ഷെ അതിരാവിലെ മുതൽ നല്ല തിരക്കാണ്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള കച്ചോടി. ഇങ്ങനെ നമ്മളത് കുത്തി പൊട്ടിക്കുമ്പോൾ അതിങ്ങനെ പുക പോകും. അത്രയും ചൂടായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുക. ഇവർ ഉഴുന്നും കായും കൂടെ ഇടും ഗോതമ്പിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രിസ്പാണ് ഈ കച്ചോരി. കച്ചോരി വെച്ചിട്ട് തന്നെ നമുക്ക് കറി സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വെജ് കറിയാണ്. ഉരുളക്കിഴങ്ങും കസ്റ്റാർഡ് ആപ്പിൾ, സീതാഫലും ചേർന്നിട്ടുള്ള വെജ് കറിയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഇടില്ല. ഇതേ കറിയാണ് എല്ലാ ദിവസവും കിട്ടുക. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ അവിടെ ചേട്ടൻ ഒരു കഴിഞ്ഞിട്ട് വിളിക്കും. നമ്മളെ അപ്പുറത്തെ സൈഡ് കൊണ്ടുപോയി ഇരുത്തും. ഈ നോർത്തിലെല്ലാം ജിലേബി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ജിലേബി കേർഡ്, ജിലേബി മലായും ഇതൊക്കെയാണ് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക. അവിടെ കോമൺ ആണ്. ഒരുപാട് സെലിബ്രിറ്റി ഇൻക്ലൂഡിംഗ് ആ പ്രൈം മിനിസ്റ്റർ, പിന്നെ ബോളിവുഡ് താരങ്ങളൊക്കെ ഇഷ്ടംപോലെ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം. അവിടുത്തെ ലോക്കൽസിന്റെ ഇടയിൽ ഒരു ഫേവറേറ്റ് ആണ്. 40 രൂപയുള്ളൂ ഒരു പ്ലേറ്റ് കച്ചോരിക്ക്. അതിന്റെ എല്ലാ തുന്നിയിട്ടുള്ള കുമ്പിളിലാണ് കറിയൊക്കെ തരുന്നത്. ഇത്രയും ഫ്രഷ് ജിലേബി നമുക്ക് ഇവിടെ കിട്ടില്ലല്ലോ. അത് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇതാണ് കേട്ടോ ചാച്ചിയും മുത്തശ്ശനും അവരുടെ മക്കളാണ് ഇപ്പോൾ ഈ കട നടത്തുന്നത്. പണ്ട് ഈ കട ഉണ്ടായിരുന്നപ്പോൾ ചുറ്റും കൃഷിസ്ഥലങ്ങളായിരുന്നു. ഇന്നിപ്പോൾ ചുറ്റും റോഡാണ്. ആ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ളത്. പഴയ ഓയിൽ ക്യാൻസ് ഇല്ലേ, അത് തന്നെയാണ് സീറ്റും. വേറൊരു ഓയിൽ ക്യാൻ മുമ്പിൽ വെച്ച് തരും. റോട്ടിനുള്ള പൊടി വെച്ചാൽ ബാക്കി ഒരു വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ വൃത്തി കാശിയിലോ ലക്ഷറിയാണ്. എല്ലായിടത്തും ഇതിനേക്കാളും വൃത്തിയായിട്ട സാഹചര്യങ്ങളിലാണ് പലതും ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നീറ്റായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയും ഫ്രീഡം ഫൈറ്റും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടൊരു കുഞ്ഞു വീടാണ്. ഇവിടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ വന്ന് ഒളിവിൽ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനിയൊരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും പോവും. നല്ല ചൂട് കച്ചോരിയും കറിയും ചായയും ഒക്കെ അടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നല്ല കുശാലായി. ഇനി ലഞ്ച് വരെ വിശ്രമം.